ഹായ് ഫ്രണ്ട്സ്, KS കിസാമന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചെറുതേനീച്ചപ്പെട്ടിയെ എങ്ങനെ ഉറുമ്പ് ശല്യത്തിൽ നിന്നും സംരക്ഷിക്കാം എന്ന ഒരു വീഡിയോ ആണ്. അപ്പം പല ആൾക്കാരും നമ്മൾ ചെയ്യാറുണ്ട്. ഉറുമ്പ് ശല്യത്തിന് വള്ളിയിൽ ഇതുപോലുള്ള വള്ളി എടുത്തിട്ട് ഈ വള്ളിയിൽ ഗ്രീസ് വെട്ടുക, കരിയോലി വെട്ടുക. അതൊക്കെ തൽക്കാലത്തേക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. ചിലര് ഉറുമ്പുപൊടി കിട്ടും, ഇങ്ങനത്തെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ നമുക്ക് ഒരു ചെറുതേനീച്ചപ്പെട്ടി സ്ഥിരമായിട്ട് എങ്ങനെ ഉറുമ്പ് ശല്യത്തിൽ നിന്നും സംരക്ഷിക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് അവലംബിക്കാം. ഇതിൽ ഒരു എളുപ്പമുള്ള രീതി ഇതുപോലെ ഒരു കമ്പി എടുക്കുക. ഇതുപോലത്തെ ഒരു കമ്പി, അത് നമുക്ക് 6 ആയാലും 8 ആയാലും കുഴപ്പമില്ല. ഇതുപോലത്തെ ഒരു കമ്പി. ഈ കമ്പി ഒരു സൈഡിൽ ഇങ്ങനെ വളയ്ക്കുക. അതായത് എവിടെയാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് കൊക്കിലേക്ക് വളയ്ക്കുക. ഒരു സൈഡിൽ കൂടെ വളയ്ക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ചോർപ്പ് കയറ്റാം. ഈ കമ്പി വളച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെയാണ് കമ്പി വളച്ചിരിക്കുന്നത്. ഇങ്ങനെ കമ്പി വളച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടി കെട്ടി തൂക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ പെട്ടി ഇങ്ങനെ കെട്ടി തൂക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, അതായത് ഇങ്ങനെ ചെരിഞ്ഞേ ഇരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ കമ്പി വളയ്ക്കുമ്പോൾ ഒരു സൈഡ് അങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചായിരിക്കണം. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടായിരിക്കണം കമ്പി വളയ്ക്കുന്നത്. ഇങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഇങ്ങനെ കെട്ടി തൂക്കിക്കുന്നത് നേരെ അങ്ങോട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ കമ്പി ഇരിക്കത്തുള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കമ്പി ഇങ്ങനെ വളച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെക്കാം. ഇതുപോലെ ഒരു ചോർപ്പ്, ഈ ചോർപ്പിന് കുറച്ച് പൈസ കൂടുതലുണ്ട്. ഏതാണ്ട് 10-15 രൂപ വില വരുന്നുണ്ട് ഈ ചോർപ്പിന്. എന്നാൽ ഈ ചോർപ്പിന് അത്രയും വില വരുന്നില്ല. ഇതിനൊരു 6 രൂപയൊക്കെ വരത്തുള്ളൂ. ഇതായാലും മതി, ഇത്രയൊക്കെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പൊ ഇത് കൂട്ടി ചോർപ്പുകൾ നമ്മൾ വാങ്ങുക, അല്ലെങ്കിൽ ഈ ചോർപ്പ് വാങ്ങുക. ഇതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പല്ലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ കരിയോട് ഒഴിച്ചിട്ടേക്കുന്നുണ്ട്, പല്ലി തിരിച്ചു പോകും. പെട്ടെന്ന് പല്ലി ഇതിനകത്തോട്ട് ചാടത്തില്ല. ഇത് പിന്നെ പല്ലി ഉണ്ടായാലും നമ്മൾ ഇതിനെ ചവിട്ടി കയറിയിട്ട് ഇങ്ങോട്ട് പോകും. പക്ഷെ ഇത് കുറച്ചുകൂടെ വലുപ്പമുള്ളതുകൊണ്ട് നല്ലതാണ്. നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിടുന്നത് വെള്ളമല്ല, അതായത് നമ്മുടെ വണ്ടിയുടെ ഒക്കെ മാറ്റുന്ന കരിയോലാണ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചിടുന്നത്. അതാണ് ഏറ്റവും നല്ലത്. ഇത് ശരിക്കും ഞാൻ നല്ലപോലെ ഫിറ്റാക്കിയേക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഒരിക്കലും ഇതായി പോകില്ല, നിങ്ങൾക്ക് കാണാം. അപ്പം ഇത് കമ്പി ആക്കിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ശരിക്കും ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ. ഇനി ഇതെന്താണ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ MC മേടിക്കാൻ പറ്റും. ഇതൊരു 25 രൂപയുടെ MC-ലാണ്, ഇവിടെ ഇതൊരു MC-ലാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചാൽ ബാക്കി MC-ലായിരിക്കുന്നത്. അപ്പം നമുക്കിതുപോലെ MC എന്ന് പറഞ്ഞാൽ 2 രീതി കിട്ടും. ഈ MC-ൽ രണ്ടും വെള്ള കളറുകൊണ്ട് ഒന്ന് വെള്ളയും കറുപ്പുകളുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യം എന്ന് ചോദിച്ചാല് എടുക്കുന്ന MC-ൽ ഇത് നമ്മൾ ഇരുമ്പൊക്കെ ഒട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പശയാണ്. ഇരുമ്പൊക്കെ നമുക്ക് ഉള്ള വസ്തുക്കളെല്ലാം നമുക്ക് ഒട്ടിക്കാം. അപ്പൊ ഇതുപോലെ MC-ൽ എടുത്തിട്ട് തുല്യ അളവിൽ എടുക്കുക. MC-ൽ എടുക്കുമ്പോൾ തുല്യ അളവിൽ എടുക്കുക. എടുക്കുന്ന അളവ് നമുക്ക് തുല്യമായിരിക്കണം എന്ന് മാത്രം. അപ്പൊ നമ്മളിത് കുറച്ചും എടുക്കുവാണേ. ഏകദേശം ഇത്ര എടുത്തിട്ടുണ്ട്. ഒന്നുകൊണ്ട് ഇത് സാധാരണ ഒരു ചെറിയ നമ്മുടെ വട്ടിന്റെ വലുപ്പം അത്രയും തന്നെ നമ്മൾ MC-ലെടുക്കും. ഇതും ഏകദേശം തുല്യമാണോ, രണ്ടും തുല്യ അളവായി. ഇനി ഈ 2 MC-ലും കൂടെ നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ 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 പറത്തുക. ഇതെന്തിനാ വെച്ചാൽ ശരിക്കും മിക്സിങ് ആകാനാണ്. ഇപ്പൊ ഈ MC-ൽ നല്ലപോലെ കുഴഞ്ഞ് ശരിക്കും ഇങ്ങനെ ഇതൊരു കളർ മാറി നല്ല ഒരേ കളറാണ്. വെള്ളയാണെങ്കിൽ കംപ്ലീറ്റ് അറിയാൻ പറ്റില്ല. എന്നാൽ വെള്ള കളറുള്ള ഇപ്പൊ MC-ലുണ്ട്. രണ്ടും ഇതേ ഒരേ കളറുള്ള, വെള്ളയല്ല, ഒരു ചാര കളർ. ഇങ്ങനെയാണ് MC-ൽ ശരിക്കും കൈയെടുത്ത്. ഇനി ഇതൊക്കെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കാൻ പാടില്ല, വെള്ളമൊന്നും ഒഴിക്കാതെ ഇരിക്കണം. എന്നിട്ട് ഇതുപോലെ കമ്പി എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നിറച്ചിട്ട് ഇതുപോലെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കെട്ടിത്തൂക്കുന്ന കൊളുത്തിലൊക്കെ. ഈ കമ്പി ആണെങ്കിൽ കുറെ കഴിച്ചു കഴിഞ്ഞാല് കമ്പി ആയാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ തൂങ്ങി നിന്നോളൂ, ആഴൊന്നുമില്ല. കെട്ടാകുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ആടിക്കളിക്കും. മാത്രമല്ല ഈ കമ്പി നമുക്ക് പെട്ടെന്ന് ഊർത്തിയെടുത്ത് നിലത്ത് വെച്ചിട്ട് പണിയെടുക്കാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് കമ്പി ആക്കുന്നത് കമ്പിയാക്കുക. പിന്നെ കമ്പി നീളമൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം ചെയ്യുക. ഇത് ഞാൻ ഇപ്പൊ എന്റെ ഇഷ്ടത്തിനുള്ള കമ്പിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ ചോർത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു കയർ, ഇതുപോലത്തെ ഒരു കയർ എടുക്കുക. ഇതുപോലത്തെ ഒരു കയർ. ഈ കയറിന് നമ്മൾ തന്നെ ഒരു കെട്ടിടുക. അതായത് ഇതിനകത്ത് ഊർന്ന് പോകത്തില്ലാത്ത രീതിയിൽ ഇങ്ങനെ 1-2 കെട്ടിടാം. കാരണം അതിനകത്ത് ഊർന്ന് പോകത്തില്ലാത്ത രീതിയിൽ കെട്ടങ്ങിടുക.
എന്നിട്ട് ഈ കയറ് ഇതിനകത്തൂടെ കയറ്റുക. എന്നിട്ട് ഞാൻ പിടിച്ചൊരു വലി. ഈ വലിക്കുമ്പോൾ ഇവിടെ ടൈറ്റായി ഉണ്ടോ. നമുക്ക് എം സിയിൽ വർക്കുകയും ചെയ്യാം. ഇതിവിടെ ടൈറ്റായി. ഇനി നമ്മുടെ എം സിയിൽ എടുക്കുക. അപ്പം അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ വേറെ പണിയാ. ഈ കയറിൽ നിന്ന് പൊക്കുക. പൊക്കിയിട്ട് അല്പം എം സിയിൽ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഗുണം വെച്ചാൽ ഈ നമ്മൾ ഈ താഴോട്ട് വലിക്കുന്ന സമയത്ത് ഈ എം സിയിൽ താഴോട്ട് ഊർന്ന് ഇപ്പൊ കാണിച്ചില്ല. ഈ താഴോട്ട് ഊർന്ന് ഇവിടെ കൂടുതൽ സെറ്റാവും. കേട്ടോ, പെട്ടെന്ന് ആ കയറ് കൂട്ടി അങ്ങ് സെറ്റായി അങ്ങനെ ഇട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ല ഇത്. ഇപ്പൊ കയറ് കുഴപ്പമില്ലാണ് കാണിക്കുന്നത്. ഇനി എന്നാ വെച്ചാല് ഈ എം സിയിൽ കുറച്ചുകൂടെ ഉണ്ട്. നമ്മുടെ ഇനി നമ്മുടെ ഒരെണ്ണത്തിനുള്ള എം സി നമ്മളിപ്പോ എടുത്തിട്ടുള്ളൂ. ഒരെണ്ണം ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം ഒത്തിരി കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടാൽ മതി. ഇത് ഏകദേശം സെന്ററിൽ വരത്തക്ക രീതിയിൽ തന്നെ കയറ് കൊണ്ടുവന്നിട്ട് വേണം ഉറപ്പിക്കാൻ. ഇങ്ങനെ കുത്തി നിറയ്ക്കുക. ശരിക്കും നിറച്ച് ടൈറ്റ് ആക്കണേ, അല്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല. നല്ലോണം ടൈറ്റ് ആക്കണം. കൈകൊണ്ട് അമർത്തി കൊടുക്കുക. താഴോട്ട് പോകും. കേട്ടോ, താഴോട്ട് പോകുന്നുണ്ടോ? നല്ലപോലെ ടൈറ്റ് ആക്കണം. നമുക്ക് എന്തെങ്കിലും കോലോ എന്ത് വേണമെങ്കിലും ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ടൈറ്റ് ആക്കാം. കുറച്ചുകൂടി ഇടാം. നമ്മൾ ആദ്യം തന്നെ കയറലിച്ച കൂടുതൽ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അതിന്റെ അകത്തോട്ട് ഇറങ്ങി കിട്ടും. അത്ര തന്നെ. ഇത് വളരെ നല്ലൊരു വിദ്യയാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ചെറുപറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോരാ. ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോരാ. ഗ്യാരണ്ടിയാണ്. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇപ്പത്ത് വന്നു ഈ സംഭവം. ഇതാ നമ്മുടെ ഈ സാധ്യത ഇതിന് ഇപ്പത്തെത്തി. കേട്ടോ, നീ ഇതങ്ങോട്ട് മടക്കി കൊടുത്താൽ മതി. നമ്മുടെ എടുത്തേക്കുന്ന സാധനം കുറച്ച് ഇതുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഈ കയറിന്റെ ഇവിടെ തിരിച്ചും കൂടെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം. കാരണവശാല് ഇത് ഒരു കാരണവശാലും പിന്നെ അനങ്ങാൻ പാടില്ല. ഇത് ഒരു ദിവസം അങ്ങനെ വെച്ചേക്കണേ. അന്നെങ്കിൽ മാത്രമേ ഇത് ഉറക്കത്തുള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളം സ്വല്പം മതി. അതെടുത്തിട്ട് ഒന്ന് തൊട്ടിട്ടുണ്ട് ഒന്ന് മിനുസം കിട്ടും. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ഇതാണ്. ഇനി ബാക്കിയുള്ളവർ വേണമെങ്കിൽ ഇത് ഇതിനകത്തൂടെ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഇച്ചിരി ഉള്ളൂ. ഇത്രയും എടുത്തിട്ടുള്ളൂ. 2 വട്ടിന്റെ 1 വട്ട് വലുപ്പത്തിൽ എടുത്താൽ മതി. 2 പ്രാവശ്യം. ഇതാണ് ഈ പരിപാടി. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ചെറുപരിച്ച പെട്ടി പലർക്കും കെട്ടിത്തൂക്കാൻ അറിയത്തില്ല. അപ്പൊ കെട്ടിത്തൂക്കുന്ന വിദ്യയാണ്. കൂടുതൽ സ്റ്റാർട്ട് വെക്കുന്നവർക്ക് വേണ്ടി അല്ലത്, കെട്ടിത്തൂക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പൊ കെട്ടിത്തൂക്കാൻ ഇതിപ്പം 15x4 ബോക്സാണ്. അപ്പൊ ഇതിന്റെ പൊക്കം എന്ന് പറയുന്നത് 4 ഇഞ്ചും കഴിഞ്ഞ് കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് വേണം കയറക്കാം. വലിയ വെട്ടിയാൽ അതിനനുസരിച്ച്. ഇത് 15x4 ബോക്സ് ആയതുകൊണ്ട് നമുക്ക് ഈ അളവ്, അതായത് ഇങ്ങനെ പിടിച്ചാൽ ഉള്ള അളവില് 2 അളവ് എടുത്താൽ ഏകദേശം ആവും. ഇതാ കാണിച്ചതാണ്. കയറെടുക്കണം. അതായത് നമ്മുടെ ഇങ്ങനെ കൈ പിടിച്ചാൽ നമ്മുടെ ഈ നെഞ്ചിന്റെ നടുക്ക് പോയി വേണം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചരട് ഇവിടെ എടുത്തിട്ട് ഇത്രയും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കാം. അപ്പൊ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതിന്റെ കണക്കാവും. നിങ്ങൾ 2-3 പ്രാവശ്യം കെട്ടി കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഇങ്ങനെ അതിനുശേഷം ഇവിടെ ഒരു കെട്ടം കിട്ടുക. നോക്കിക്കോ, ഇവിടെ ഒരു ഘട്ടം കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇതിപ്പോ ഇവിടെ കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതാ ഇവിടെ ഒരു ഘട്ടം കിട്ടാം. ഇവിടെ ഇനി നമ്മൾ ഈ പെട്ടി ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ കെട്ട് ഇതാ ഇവിടെ സെന്ററിൽ വരത്തക്ക രീതിയിൽ ഇതാ കെട്ടുകയാണെ. ഇത് ഇവിടെയാണ് കിട്ടുന്നത്. ഇവിടെ ഇടണം. ഇങ്ങനെ കെട്ടി വെക്കുമല്ലോ. അപ്പൊ ഇത് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോകും. ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോകത്തില്ല. അതായത് ഇതിന്റെ ഇപ്പുറത്ത് കെട്ടിയാൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരി കിട്ടത്തില്ല. അതിന് തൊട്ട് ഈ കെട്ടിന്റെ ഇപ്പുറത്തായിരിക്കണം കിട്ടുന്നത്. നോക്കിക്കോ, ഇങ്ങനെ തന്നെ കിട്ടണം. അതുപോലെ നമ്മൾ അതായത് 2 കൂടെ ഒന്നിച്ച് ടൈറ്റ് ആക്കണം. കണ്ടോ, ഇപ്പൊ ഇവിടെ കേട്ടോ ടൈറ്റായി. ഇനി അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ എടുക്കുന്നു, ഇവിടെ കൊണ്ടുവരുന്നു. ഇത് സൂട്ട് കേസ് വന്നുകൊണ്ടിരിക്കുക. ഈ കെട്ടിനെ കറക്റ്റ് സെന്ററിൽ വെക്കുന്നു. ഇത് നമ്മൾ നേരത്തെ ഇത് വലിച്ചാൽ ഇങ്ങനെ ഊരണം. ഇപ്പുറത്ത് കെട്ടിക്കഴിഞ്ഞാൽ ദൂരത്തില്ല. അവർ നേരെ തൊട്ട് ഇപ്പുറത്ത്, അതായത് ഇടതുകയുടെ ഭാഗത്ത് ഇവിടെ കെട്ടിയാൽ ഊരത്തില്ല.
ഇങ്ങനെ മുറുക്കി കെട്ടണം. പിന്നെ കയറ് വലിക്കുന്ന ശ്രദ്ധിക്കേണ്ട ഏകദേശം ഈ വണ്ണമുള്ള കയറ് വാങ്ങണം. വണ്ണം കുറഞ്ഞ കയറ് വണ്ണം കൂടിയ കയറ് ഒന്നും വേണ്ട. ഇത് കറക്റ്റ് കയറാണ്. ഈ കണക്കുള്ള നമ്മുടെ കുഞ്ഞ് ആട്ടുകുഞ്ഞിനെ കെട്ടുന്ന കയറ്. പണ്ട് ആട്ടുകുഞ്ഞിനൊക്കെ കെട്ടുന്നില്ലേ, ആ കയറാണ് ഈ സംഭവം. ഇതിങ്ങനെ വലിച്ചടിപ്പിക്കണം. ഇതിങ്ങനെ കേട്ടോ വലിച്ചാൽ ഊരിപ്പോരും, പുറകോട്ട് ഊരിപ്പോരും. അതുപോലെ ഇതും വലിച്ചാൽ ഊരിപ്പോരും കേട്ടോ. ഇങ്ങനെ വലിച്ചാൽ ഈ സംഭവം ഊരിപ്പോണം. എന്നിട്ട് ഇത് നമ്മൾ ഇവിടെ മുറുക്കി ഇടുന്നു, ഇത് ഇവിടെ മുറുക്കി ഇടുന്നു. ഇപ്പൊ ഈ സംഭവം കേട്ടോ ചെറുതരിച്ച പെട്ടി കിട്ടി. ഇനി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ വീഡിയോയുടെ ആദ്യം പറഞ്ഞ സംഭവം, ഇത് കൊളുത്താണ്. നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നത് കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ ഇത് ഇങ്ങോട്ടാ കൊടുത്തിരിക്കുന്നത്, ഇത് ഇങ്ങോട്ടേ പെട്ടി നിൽക്കത്തുള്ളൂ. അതിനെന്നാ ചെയ്യണം, ഈ കൊളുത്ത് ഇങ്ങോട്ടായിരിക്കണം. ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഈ കൊളുത്ത് ഇങ്ങോട്ടാണെങ്കിൽ ഈ പെട്ടി എടുക്കുമ്പോൾ ഇങ്ങോട്ട് നിൽക്കും. ഇത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എടുത്താലും പെട്ടി ഇങ്ങോട്ട് നിൽക്കത്തില്ല കേട്ടോ, തിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നെങ്കിൽ ഇങ്ങോട്ട് എടുക്കണം. കയറാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് എങ്ങനെയും കെട്ടി വെക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ടെക്നിക്ക്. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ലൈക്കും ഷെയറും ചെയ്യാം. അപ്പം ഞാൻ എഴുതുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഇനി വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.